ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോ മുക്തിയമാമൃതാത് ഓം മഹേശ്വരായ നമഃ ഓം നമഃ ശിവായ 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 ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോ മുക്തിയമാമൃതാത്. വേദമന്ത്രങ്ങളിലെയൊക്കെ അകമ്പടിയോടുകൂടി മന്ത്രശ്ലോകങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി ഈ ഒരു ഗോപൻ സ്വാമിയുടെ മഹാസമാധി പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭസ്മം കൊണ്ട് മൂടിയ നിലയിലാണിപ്പോൾ ഭൗതികദേഹമുള്ളത്. ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോ മുക്തിയമാമൃതാത് ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോ മുക്തിയമാമൃതാത് ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോ മുക്തിയമാമൃതാത് ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. നിരവധി മഠാധിപതികളും ആത്മീയ ആചാര്യന്മാരുമൊക്കെ ഈ ഒരു മഹാസമാധിക്ക് കാർമ്മികത്വം വഹിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ അത്തരത്തിലുള്ള മഠാധിപതികളുമൊക്കെ കാണാൻ സാധിക്കും. അത്തരത്തിൽ അവർ മാത്രമല്ല, ഹൈന്ദവ സംഘടനകളുമായി പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും ഈ ഒരു മഹാസമാധിയുടെ ഭാഗഭാക്കാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓം നമോ നമഃ ശിവായ ഓം ഹ്രീം നമഃ ശിവായ 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 ഓം നമോ നമഃ ശിവായ ഓം 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 രീതിയാണ്, സംസ്കാര രീതിയാണ്. കൊണ്ടാണ് ഈ ഒരു മഹാസമാധി ചുറ്റും കൂടി നിൽക്കുന്ന വിശ്വാസികളടക്കം ഹൈന്ദവ സംഘടനകളിൽപ്പെട്ട വ്യക്തികളടക്കം ഈ ഒരു മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലുന്നുണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോ മുക്തിയമാമൃതാത് ഓം ത്രയംബകം ഗജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോ മുക്തിയമാമൃതാത് ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ
ഓം ഗ്രീം നമ ശിവായ ഓം നമോ നമ ശിവായ ഓം ഗ്രീം നമ ശിവായ ഓം നമോ നമ ശിവായ ഓം ഗ്രീം നമ ശിവായ ഓം നമോ നമ ശിവായ ഓം ശിവായ ഓം ഗോപൻ സ്വാമിയുടെ പിതാവിൻ്റെ ഈ സമാധി സാക്ഷാത്കരിക്കുവാനായി ആ ആഗ്രഹം സഫലീകരിക്കുവാനായി വീണ്ടും ഒരു വലിയ സമാധി മണ്ഡപം തന്നെയാണ് അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഋഷിപീഠമാണ് ഗോപൻ സ്വാമിക്കായി ഒരുക്കിയിടുന്നത്. ആ രീതിയിൽ വൻ ജനാവലിയോടുകൂടി വിശ്വാസ സമൂഹത്തിൻ്റെ അടക്കം അതുപോലെ പൊതുജനങ്ങളുടെയും ഈ വാർത്ത കണ്ട് ഇവിടെ അറിഞ്ഞവരുടെയും ഒക്കെ വലിയ ഒരു ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു ഭൗതികദേഹം ഗോപൻ സ്വാമിയുടെ നെയ്യാറ്റിൻകര ആറാലമൂട്ടിലെ വീട്ടിലേക്ക് എത്തിച്ചത്. പിന്നീടാണ് ഈ ഒരു സമാധി കർമ്മങ്ങളൊക്കെ ആരംഭിച്ചത്. ഒരു മഹാസമാധിയാണ് ഗോപൻ സ്വാമിക്ക് ഒരുക്കിയിരിക്കുന്നത്. ആ രീതിയിലുള്ള വിപുലമായ ക്രമീകരണങ്ങളോടുകൂടിയും സജ്ജീകരണങ്ങളോടുകൂടിയും മഠാധിപതികളുടെയും ആത്മീയ ആചാര്യന്മാരുടെയൊക്കെ നേതൃത്വത്തിലായിരിക്കും അദ്ദേഹത്തിന് മഹാസമാധി ഒരുക്കുക എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസമടക്കം മാധ്യമങ്ങളോടക്കം ഈ ഒരു ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളും കുടുംബവും അടക്കം വ്യക്തമാക്കിയിരുന്നു. ആ രീതിയിൽ വളരെ കൃത്യമായ വിപുലമായ രീതിയിലുള്ളൊരു യാത്രയപ്പാണ് സമാധിയാണ് ഗോപൻ സ്വാമിക്കായി ഇവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു സമാധിയുടെ കർമ്മങ്ങളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. ഏകദേശം 500 കിലോയോളം ഭസ്മമാണ് ഈ ഭൗതികദേഹത്തിന് ചുറ്റും അല്ലെങ്കിൽ ഭൗതികദേഹത്തിന് മുകളിലുമൊക്കെയായി ഇട്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള കർമ്മങ്ങളൊക്കെയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തങ്ങളാലാവും വിധമുള്ള മഠാധിപതികളെയും അതുപോലെ ആത്മീയ ആചാര്യന്മാരെയൊക്കെ ഇവിടേക്ക് എത്തിക്കുമെന്നും ആ രീതിയിലുള്ള കർമ്മങ്ങൾക്കുമൊക്കെ ആയിരിക്കും ആ രീതിയിലായിരിക്കും സമാധി പൂർത്തീകരിക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം അടക്കം കുടുംബാംഗങ്ങളടക്കം വ്യക്തമാക്കിയിരുന്നു. ആ രീതിയിൽ ഈ ഒരു മഹാസമാധി അതിൻ്റെ കർമ്മങ്ങൾ അതിൻ്റെ പൂജാകർമ്മങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണിപ്പോൾ. ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. ഇളയ മകനായിട്ടുള്ള രാജസേനനെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെയുള്ള ഗോപൻ സ്വാമി മുൻകൈയെടുത്ത് സ്ഥാപിച്ച കുടുംബക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് രാജസേനൻ എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും അത്തരത്തിൽ മൂത്ത മകനായിട്ടുള്ള സനന്ദനനും അതുപോലെ ഇളയ മകനായിട്ടുള്ള രാജസേനനും ഈ ഒരു ഋഷിപീഠത്തിനുള്ളിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിന് വശങ്ങളിലായി മന്ത്രോച്ചാരണങ്ങളിലേക്ക് അകമ്പടിയോടുകൂടി മൃതദേഹത്തിന് സമാധിയുടെ അവസാന ഘട്ടത്തിലേക്ക് ഭസ്മം നിറയ്ക്കുകയാണ് ഈ മഹാസമാധിക്കുള്ളിൽ. അവരിതിനെ ഋഷിപീഠം എന്നാണ് വിളിക്കുന്നത്. അതിൽ ഈ ഒരു പത്മാസനത്തിൽ ഈ ഒരു പത്മപീഠത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ആ രീതിയിലാണ് ആ ഒരു ആത്മീയതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ ആ തരത്തിലൊക്കെയാണ്. ദൃശ്യങ്ങളിൽ ചില മഠാധിപതികളെയും കൂടെ കാണാൻ സാധിക്കും. ആ രീതിയിൽ തങ്ങളാലാവുന്ന വിധം മഠാധിപതികളെയും ഒക്കെ എത്തിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു സമാധി കർമ്മങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് മുൻപേ തന്നെ കുടുംബം അറിയിച്ചിരുന്നതാണ്. ഏതൊക്കെ രീതിയിലാണോ ഒരു സമാധിക്ക് വിഘ്നം സംഭവിച്ചത് അതിനുള്ള പരിഹാര കർമ്മങ്ങളടക്കം ചെയ്യുവാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മഠാധിപതികളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ഒരു സമാധി എന്നുള്ളതൊരു മഹാസമാധിയെ പൂർത്തീകരിക്കാനായി കുടുംബം ആഗ്രഹിച്ചത്. പിതാവിൻ്റെ ഒരു അവസാനത്തെ ആഗ്രഹം കൂടിയായിരുന്നു ഈ ഒരു സമാധിയിലേക്ക് എത്തുക എന്നുള്ളത്. ആ രീതിയിൽ അതിനൊരു വിഘ്നം സംഭവിച്ചു, അല്ലെങ്കിൽ അതിനൊരു പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ വൈകാരികമായി തന്നെ മക്കളടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. അതിനുള്ളൊരു പരിഹാരം എന്നോളം ഒരുപക്ഷെ കേരളം ഇന്നോളം കേൾക്കാൻ വഴിയില്ലാത്ത ഒരു സമാധി കർമ്മങ്ങൾക്കും അതിൻ്റെ ദൃശ്യങ്ങൾക്കും കൂടിയാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് ഈ ഒരു ഗോപൻ സ്വാമിയുടെ സമാധി കർമ്മങ്ങളൊക്കെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ.
ഇറക്കി വെച്ചിരിക്കുന്ന എവിടെയെങ്കിലും